ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് റിട്ടയർമെൻറ്റ് ഗെയിനിങ് റേഷ്യോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർ റിട്ടയർ ആകുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഗെയിനായി കിട്ടുന്ന റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ. ദ റേഷ്യോ ഇൻ വിച്ച് the continuing partners decide to share the outgoing partners profit is called gaining ratio. The outgoing partners profit, അതായത് പോകുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഏത് റേഷ്യോയിലാണോ ഇവർ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ല തീരുമാനിക്കുന്നത്, ആ റേഷ്യോയാണ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. ആ റേഷ്യോയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഗെയിനിങ് റേഷ്യോ കാണാൻ ഒരു ഇക്വേഷനുണ്ട്. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ കുറയ്ക്കുക. ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ കുറയ്ക്കുക. ഇതാണ് ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റിന് എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. എ ബി ആൻഡ് സി, 3 പേരുണ്ട് പാർട്ട്നേഴ്സ് ഇവിടെ. എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ്. A, B and C are partners sharing profit and loss in the ratio of 4:3:2. ഇതാണ് ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. B retires from the firm. അപ്പോൾ ബിയുടെ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അത് മാറുക. ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ഇവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എയിം ചെയ്യും. ബിറ്റ്വീൻ ദ continuing partners is 5:3. അയാളും പോയി കഴിയുമ്പോൾ ഇവിടെ ഗെയിൻ റേഷ്യോ മാറുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ നമുക്കിവിടെ ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്, ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണ് ചെയ്യാൻ. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് എഴുതുമ്പം ആദ്യം ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കുക. ഇക്വേഷൻ 1 മാർക്കുണ്ട്. അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിക്കണം. ഒരു മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യണം. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, ഇതാണ് ഗെയിനിങ് റേഷ്യോ. ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ഓൾഡ് റേഷ്യോ എത്രയാണോ? ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേണം എക്സാമിനേഷനിൽ ചെയ്യാൻ. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 4:3:2. ന്യൂ റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്. ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 5:3. ആരാ ഇത്? എ ബി സി 3 പേരാണ്. അവരുടെയാണ് 3 റേഷ്യോ. ഇത് എയും സിയും. ബി റിട്ടയർ ആവുന്നു, അതായത് ഇത് റിട്ടയർ ആവുന്നു. അതിനുശേഷം ആണ് ബാക്കി വരുന്നത്. അപ്പോൾ എയുടെ ഗെയിൻ കണ്ടുപിടിക്കാം. എയുടെ ഗെയിൻ കാണാൻ 5×3=8. 5/8 3/8. ഇത് 4/10. 4×3=7 9. 4/9. മറ്റത് 3/9. 2/9. അപ്പം ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ കുറയ്ക്കുക. അപ്പോൾ 5/8 മൈനസ് 4/9. അപ്പോൾ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ 8 9 72. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 45 മൈനസ് 32 ഈസ് ഈക്വൽ ടു 13/72 കിട്ടും. ഇനി അടുത്തത് ബീസ് ഗെയിനാണ്. ബീസ് ഗെയിൻ ഈസ് ഈക്വൽ ടു ബിയുടെ ന്യൂ റേഷ്യോ 3/8 മൈനസ് 2/9 ഈസ് ഈക്വൽ ടു 72
27 മൈനസ് 16, അതായത് 3ഉം 9ഉം കൂടി ഇൻറ്റു ചെയ്യണം, 8ഉം 2ഉം കൂടി ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 11/72 കിട്ടും. അപ്പം ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു, ഇതൊരു എക്സാമിനേഷൻ വന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 13:11. ഇത് എത്ര മാർക്കാണെങ്കിലും ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കുന്ന +2 കൊമേഴ്സ് BHSC ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഗുണകരമായിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ട് കമൻറ്റ് ചെയ്യുക.